الحمد لله ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും എല്ലാം പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും അവൻ ജീവിക്കുന്ന നാടുമായി അവന് പ്രത്യേകമായൊരു ആത്മബന്ധം ഉണ്ടായിരിക്കും. അയാളുടെ സ്വഭാവങ്ങളിലും അവന്റെ മൂല്യങ്ങളിലും അതിൻ്റെ സ്വാധീനം പ്രകടമായിരിക്കും. ഓരോ മനുഷ്യനിലും അവൻ ജീവിക്കുന്ന അവന്റെ രാജ്യത്തോടുള്ള സ്നേഹം അത് പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഒന്നാണ്. നാടിനെ സംരക്ഷിക്കുക എന്നത് ആ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിക്കുക എന്നത് അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് എന്നത് നാം മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കഴിയാനാണ് ഇസ്ലാം ഏതൊരാളോടും കൽപ്പിച്ചിട്ടുള്ളത്, പഠിപ്പിക്കുന്നത്. എന്നാൽ അവന്റെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാട് വിട്ടു പോകേണ്ടി വന്നാൽ, അങ്ങനെ നിർബന്ധമായ അവസ്ഥ ഉണ്ടായാൽ അവർ നാട് വിട്ട് പോകുവാനുള്ള ആ ഒരു അവകാശവും ഇസ്ലാം നൽകിയിട്ടുണ്ട്. രാജ്യസ്നേഹം എന്നത് ഏതൊരാളും അവന്റെ സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്ന പോലെയാണ് ഓരോരുത്തരും ജനിച്ചു വളർന്ന നാടിനെ സ്നേഹിക്കുന്നത്. ഒരാളെ അയാളുടെ നാട്ടിൽ നിന്നും പുറത്താക്കുന്നത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിന്നും
പുറത്താക്കുന്നതിന് തുല്യമായിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ജനിച്ച് നമ്മൾ വളരുന്ന നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നമ്മെ പുറത്താക്കാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് നമ്മെ പുറത്താക്കുന്നത് പോലെയുള്ള അനുഭവമായിരിക്കും നമുക്കുണ്ടായിരിക്കുക. അത് വലിയൊരു വേദനയുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനെ രണ്ടിനെയും ഒരുമിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും. വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖുതുലു അൻഫുസകും ഔ ഖുറുജു മിൻ ദിയാരികും മാ ഫഅലു ഇല്ലാ ഖലീലുൻ മിൻഹും. നിങ്ങൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണമെന്നോ നിങ്ങളുടെ വീട് വിട്ട് ഇറങ്ങണമെന്നോ നിങ്ങളോട് നാം അവർക്ക് കൽപ്പന നൽകിയിരുന്നുവെങ്കിൽ അവരിൽ ചുരുക്കം പേരൊഴികെ അത് ചെയ്യുമായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ജീവൻ അതിനെ ഇല്ലായ്മ ചെയ്യുക, അതാണ് അലൈഹിം അൻ യഖ്തുലു, അതിനെ കൊല്ലുക, അതിനെ ബലിയർപ്പിക്കുക എന്നത്. ആ ബലിയർപ്പിക്കുന്നതിനോടാണ് വീട് വിട്ടിറങ്ങുന്ന സ്വന്തം രാജ്യത്തെ ഉപേക്ഷിച്ച് പോകുന്നതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചിട്ടുള്ളത്. അത്രയും പ്രയാസമായിരിക്കും നമ്മുടെ രാജ്യത്തെ വിട്ടുപോകുക എന്നതാണ് അതിലൂടെ നാം മനസ്സിലാക്കുന്നത്. പ്രയാസകരമായ കാര്യമായിട്ടാണ്. ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാനുള്ള വഴിയായിട്ടും നാം മനസ്സിലാക്കേണ്ടത് അത് അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ അവന്റെ നാടിനോടുള്ള സ്നേഹം, ആ നാടിനോടുള്ള സ്നേഹം നോക്കണമെന്നതാണ്. അതോടൊപ്പം അവന്റെ സഹോദരങ്ങളോടുള്ള സ്നേഹവും കഴിഞ്ഞുപോയ അവന്റെ കാലത്തോടുള്ള അവന്റെ സ്വഭാവം നോക്കിയാൽ ഒരാളുടെ വ്യക്തിത്വം അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ആ മൂന്ന് കാര്യങ്ങൾ ചിലരിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ? സലാസത്തിൻ ഔ അസ്നാഫിൻ മിനൽ ഹയവാനി ഇലൽ ഇബ്ലി തഹീനു ഇലാ ഔതാനിഹാ വഇൻ കാന അഹ്ദുഹാ ബഈദൻ. ഒരു ഒട്ടകം, ആ ഒട്ടകം എപ്പോഴും അതിന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനാണ് അത് ഇഷ്ടപ്പെടുന്നത്. അതിനെ കയറി ഉരുവിട്ടാലും അത് എപ്പോഴും അതിന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനാണ് അത് ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഒരു പക്ഷി, ആ പക്ഷി അതിന്റെ കൂട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, അത് കൂട് വിട്ടിറങ്ങിയാൽ ആ കൂട്ടിലേക്ക് തിരിച്ചെത്തുവാനാണ് അത് ആഗ്രഹിക്കുക. അത് എത്ര തന്നെ ഭക്ഷണം കിട്ടാത്ത വരൾച്ചയുള്ള പ്രദേശമാണെങ്കിലും അതിന്റെ കൂട്ടിലേക്ക് തിരിച്ചെത്തുവാൻ അത് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്റെ നാടിനോടുള്ള സ്നേഹം, ആ സ്നേഹമുള്ളവനായിരിക്കും. അതുകൊണ്ട് തന്നെ അവന് മറ്റു നാടുകളിലാണ് അവന്റെ ഖൈറുള്ളതെങ്കിലും, അവന്റെ മറ്റു നാടുകളിലാണ് അവന്റെ ഉപജീവനം കണ്ടെത്തുന്നതെങ്കിലും അവന്റെ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് തിരിച്ചെത്തുവാൻ അവൻ ആഗ്രഹിക്കും. ആ നാടിനോടാണ് അവന് കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സ്വന്തം നാടിനോട് സ്നേഹം കാണിച്ചതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി നൽകിയപ്പോൾ, ആദ്യമായി ഹിറാ ഗുഹയിൽ വഹയി അവതരിപ്പിച്ചപ്പോൾ പ്രവാചകൻ പേടിച്ച് വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് വന്നു. ആ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചപ്പോൾ അവിടുന്ന് ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന വ്യക്തിയുടെ
അവിശ്വാസിയായ വേദഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ ആ സമീപത്തേക്കാണ് പ്രവാചകനെ കൊണ്ടുപോകുന്നത്. ആ സമയം വറഖത്ത് ഇബ്നു നൗഫൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഫഖാല ലഹു വറഖത്തുൻ യാ ഇബ്ന അഖി മാദാ തറ ഫഅഖ്ബറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറ മാ റഅ ഫഖാല ലഹു വറഖത്തുൻ ഹാദാ നാമൂസ് الذي نزل الله على موسى يا ليتني فيها جدعا ليتني أكون حبا إذا يخرجك قومك. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഈ നാട്ടിൽ നിന്നും, ഈ ജനിച്ചു വളരുന്ന ഈ നാട്ടിൽ നിന്നും അങ്ങയെ പുറത്താക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നാണ്. അങ്ങയുടെ നാട്ടുകാർ അങ്ങയെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടും. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഖാല റസൂലുള്ളാഹ് ഔ മുഖ്രിജിയഹും, ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്ടുകാർ എന്റെ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുകയോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. പ്രവാചകന്റെ ആ നാടിനോടുള്ള ഹുബ്ബ്, ആ പ്രവാചകന്റെ സ്നേഹമാണ് അതിലൂടെ നാം മനസ്സിലാക്കുന്നത്. ആ ഒരു വേദന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ പ്രകടമാക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകരെ മക്കക്കാർ, മക്കയിലെ ഖുറൈശികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറത്താക്കപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു പോകുന്ന സമയം വഴിയിൽ വെച്ച് പ്രവാചകൻ മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് പറയുന്ന വർത്തമാനങ്ങൾ, വല്ലാഹി ഇന്നകി ലഖൈറുൻ അർദില്ലാഹ് വഅഹബ്ബു അർദില്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ. അല്ലയോ മക്ക പ്രദേശമേ, അല്ലയോ മക്ക, എത്ര സുന്ദരമാണ് ഈ നാട്, നീ എത്ര മനോഹരമാണ്, നിന്നെ എനിക്ക് എത്ര പ്രിയമാണ്, ഞാൻ നിന്നെ അതിയായി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. എന്റെ നാട്ടുകാർ ഈ നാട്ടിൽ നിന്നും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോകുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ജനിച്ചു വളർന്ന ആ നാടിനോടുള്ള സ്നേഹം, ആ ഒരു ഇഷ്ടം പ്രവാചകൻ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല, മക്കയോട് മാത്രമല്ല പ്രവാചകന്റെ ഇഷ്ടം. മക്കയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ആ മദീനയിലാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ കാലം താമസിക്കുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മദീനയോടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നതായി കാണാം. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖദിമ മിൻ സഫറിൻ ഫനദറ ഇലാ ജുദറാത്തിൽ മദീന ഔളഅ നാഖതഹു വഇൻ കാന അലാ ദാബത്തിൻ ഹറഖഹാ മിൻ ഹുബ്ബിഹാ. പ്രവാചകൻ മദീനയിൽ നിന്ന് പുറത്തു പോയാൽ ആ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ, മദീനയിലേക്ക് അടുക്കാനാകുമ്പോൾ, മദീനയിലേക്ക് എത്താനാകുമ്പോൾ, മദീനയുടെ കവാടങ്ങളിലെത്തുമ്പോൾ, മദീനയുടെ മലകൾ കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ചുമരുകൾ നോക്കിക്കൊണ്ട് പറയും, ആ മദീനയുടെ അടുക്കെത്താൻ നേരം പ്രവാചകന്റെ വാഹനം പ്രവാചകൻ വേഗം കൂട്ടുമെന്നാണ്. അത്രയും പെട്ടെന്ന് മദീനയിലേക്ക് എത്താൻ പ്രവാചകൻ തിടുക്കം കാണിക്കുമായിരുന്നു എന്ന്, ആ അവിടുത്തെ എത്താനുള്ള തിടുക്കമായിരുന്നു അതിലൂടെ പ്രവാചകൻ പ്രകടിപ്പിച്ചത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഫിൽ ഹദീസി ദലാലത്തുൻ അലാ ഫദ്ലിൽ മദീന. ഒന്ന് മദീനയുടെ ഫദ്ലാണ്, മദീനയുടെ ശ്രേഷ്ഠത. ആ മദീനയുടെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കുന്നത്. വഅലാ മശ്റൂഇയത്തിൻ ഹുബ്ബുൽ വതൻ. രണ്ട്, താൻ വസിക്കുന്ന നാട്, ആ നാടിനോടുള്ള അതിയായ അടങ്ങാത്ത സ്നേഹപ്രകടനം.
ഈ ഒരു സ്നേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശ്വാസികളായ നമുക്കുള്ള മാതൃക. നമ്മൾ വസിക്കുന്ന നമ്മുടെ നാടിനെ നമ്മൾ ഒരിക്കലും വെറുക്കാൻ പാടില്ല. നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ എവിടെ പോയാലും ഈ നാട്ടിലേക്ക്, നമ്മൾ ജനിച്ചു വളരുന്ന നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളുമുള്ള ആ നാട്ടിലേക്ക് എത്താൻ നമ്മളും ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാകാറുണ്ട്. നമ്മൾ യാത്ര പോയാൽ, നമ്മളൊരു വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ, നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ഭൂപ്രകൃതി കാണുമ്പോൾ, പച്ചപ്പ് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം, ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. അത് നമ്മുടെ നാടിനുള്ള ഇഷ്ടമാണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ വീടിന്റെ പടിക്കലെത്തുമ്പോൾ നമുക്കൊരാഗ്രഹമാണ്, നമുക്കൊരു ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ, നമ്മൾ എവിടെ പോയാലും നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. നാട്ടിലേക്ക്, വീട്ടിലേക്ക് വേഗം തിരിച്ചെത്തണമെന്ന ആഗ്രഹമാണ്. അത് നമ്മുടെ നാടിനുള്ള ഇഷ്ടമാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണത്. മാത്രമല്ല, മൈസൂർ ബിന്തു ബഹദൽ ഒരു ഗ്രാമീണനായ സ്ത്രീയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ആ സ്ത്രീയെ കല്യാണം കഴിച്ചത്. വിവാഹത്തിന് ശേഷം സിറിയയിൽ കൊട്ടാരത്തിൽ ജീവിക്കാൻ അവർ രണ്ടുപേരും ആരംഭിക്കുന്നു. യസീദ് എന്ന മകൻ ഈ ബന്ധത്തിലാണ് അവർക്ക് പിറക്കുന്നത്. പിന്നീട് അദ്ദേഹം ആ യസീദ് എന്ന മുആവിയ ബിൻ യസീദ് പിന്നീട് ഭരണാധികാരിയായി മാറുന്നുണ്ട്. പക്ഷേ അവർ ആ പട്ടണത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുവാനാണ് അവർ ആഗ്രഹിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. പല പണ്ഡിതന്മാരും ഈ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നത് സ്വന്തം നാടിനോടുള്ള സ്നേഹമാണ് അവർക്കുണ്ടായിരുന്നത് എന്നതാണ്. ഇങ്ങനെ സഹാബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം താൻ ജനിച്ച അവരുടെ നാടിനോട്, ആ നാട്ടിലേക്ക് എത്തുവാനുള്ള അവരുടെ ഇഷ്ടവും അവരുടെ ആഗ്രഹവും അതിനോട് അവർ കാണിച്ചിരുന്നു എന്നതാണ്. ജന്മനാട് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അത് വലിയ ഉത്തരവാദിത്തമുള്ള നാടാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഒരു നന്മ വന്നാൽ ആ നന്മ, അതിന്റെ ഗുണം ലഭിക്കുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഒരു പ്രയാസമുണ്ടായാൽ, ഒരു തിന്മ ഉണ്ടായാൽ അത് ആ നാട്ടിലെ മുഴുവൻ ആളുകളും അനുഭവിക്കേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കാരനെ, ഒരു കപ്പൽ യാത്രക്കാരുടെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. കപ്പലിലൂടെ യാത്ര ചെയ്തു പോയിരിക്കുന്ന സംഘം, ആ സംഘത്തിൽ അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം അത് മുകളിലെ തട്ടിലാണ് ഇരിക്കുന്നത്. ആ യാത്രക്കാരുടെ ഇടയിൽ നിന്ന് ഒരാൾ വെള്ളത്തിന് ആവശ്യം വന്നപ്പോ മുകളിലേക്ക് കയറി വെള്ളമെടുക്കണമെന്നതിന്റെ ആ പ്രയാസം കാരണത്താൽ അയാൾ വിചാരിക്കുകയാണ്, ഞാൻ എന്തിനു മുകളിൽ പോകണം? ഞാൻ കടലിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത്, സമുദ്രത്തിലൂടെയാണ് പോകുന്നത്. ഈ കപ്പലിന്റെ അടിയിൽ ഒരു ദോരമിട്ടാൽ എനിക്ക് ആവശ്യമായ വെള്ളം മുകളിൽ പോകാതെ തന്നെ, പ്രയാസങ്ങൾ സഹിക്കാതെ തന്നെ എനിക്ക് അത് സാധിച്ചെടുക്കാം. ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും അയാൾ ചെയ്യുന്ന ആ പണി തടയാതെ നോക്കി നിന്നാൽ എന്തായിരിക്കും സഹോദരങ്ങളെ? അയാളും ആ സമൂഹം, ആ കപ്പലിലുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു മുങ്ങിപ്പോകും. ഇതാണ് ഒരു നാട്ടിൽ ഒരു തിന്മ വന്നാൽ, ആ തിന്മയെ നമ്മൾ തടയാതിരുന്നാൽ ആ നാട് മുഴുവനും പ്രയാസത്തിലാകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തിന്മ കണ്ടാൽ നിങ്ങൾ കൈ കൊണ്ട് തടയാൻ പറ്റുന്നവരാണ് എങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തടയണം. അതല്ല നാവ് കൊണ്ട് പറഞ്ഞ് അങ്ങനെയാണ് തടയാൻ പറ്റുന്നതെങ്കിൽ ആ തിന്മക്കെതിരെ നിങ്ങൾ ശബ്ദിക്കണം. അതിനും നിങ്ങൾക്ക് സാധ്യമല്ലേ? ആ തിന്മയെ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കണമെന്നാണ്. തിന്മ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, തിന്മ ചെയ്താൽ അതിനെ എതിർക്കുന്ന ആളുകളെ,
എന്തിനാ നിങ്ങൾക്കും അതിനെ എതിർക്കാൻ പോകുന്നത്, ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ. അത് ഈ കപ്പൽ യാത്രക്കാരനെ പോലെയാണ്. അതെങ്ങാനും ആ തിന്മയെ, അയാൾ ചെയ്തു പോകുന്ന ആ ചെയ്തിയെ തടയാതിരുന്നാൽ എല്ലാവരും മുങ്ങിപ്പോകുന്ന പോലെ ഒരു നാട്ടിൽ ഒരു തിന്മ വന്നാൽ അതിനെതിരെ ശബ്ദിക്കേണ്ടവർ ശബ്ദിക്കാതെ മൗനം പാലിച്ചാൽ എല്ലാവരും ആ നാശത്തിൽ അകപ്പെട്ടു പോകുമെന്ന പ്രവാചകന്റെ ആ ഉപമയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ പ്രശ്നമുണ്ടായാൽ അത് നമുക്കെല്ലാവർക്കും പ്രയാസകരമാണ്. തിന്മകളെ ഇല്ലാതാക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഫസാദ് ഉണ്ടാകാൻ പാടില്ല. വർത്തമാന കാലം എന്നത് ശ്രദ്ധയോടുകൂടി നാം ജീവിക്കേണ്ട കാലഘട്ടമാണ്. നമ്മുടെ ഇടയിൽ വർഗീയത വളർത്താൻ പലരും പല കോണുകളിൽ നിന്നും പല രീതിയിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മുടെ ഒരു ഇടപെടൽ കാരണത്താൽ, നമ്മുടെ ഒരു സംസാരത്താൽ, നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ കാരണത്താൽ നാട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്തരം പ്രയാസങ്ങളെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മുളയിൽ നിന്ന് നുള്ളിക്കളയാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, മറിച്ച് ആളിക്കത്തിക്കരുത്. ഒരു മുസ്ലിമിന്റെ കടമയാണ് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നത്. ഓരോ വ്യക്തികളും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ആ നാടിന് അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ വഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ നാടുകളിലുള്ളവർ അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ചു കളയുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തതിന്റെ ഫലമായി നാം അവരെ പിടികൂടുകയുണ്ടായി എന്ന വിശ്വാസം ഏത് നാട്ടിലാണെങ്കിലും വിശ്വാസം അത് അനിവാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം അർത്ഥിക്കുകയുള്ളൂ എന്ന ആ ഒരു വിശ്വാസം, ആ ഒരു അചഞ്ചലമായ തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം എല്ലാത്തരം തിന്മകളിൽ നിന്നും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. അങ്ങനെ ജീവിച്ചാൽ ധാരാളമായി അനുഗ്രഹങ്ങൾ റബ്ബ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കി തരുമെന്നാണ്. അതല്ലാത്ത പക്ഷം അള്ളാഹുവിനെ നിഷേധിക്കുന്ന, ആ നിഷേധിച്ച് തള്ളുന്ന ആളുകളാണ് എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ പല രൂപത്തിലും നമ്മളിലേക്കുണ്ടാകാം. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഭരണാധികാരികൾ നന്മയിലാകുമ്പോഴാണ് ഒരു നാട് നന്മയിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. ഭരണാധികാരി തിന്മയിലാണെങ്കിൽ ആ നാട് പാടെ നശിച്ചു പോകും. ഇത് നമ്മൾ പല രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യമടക്കം ചില നാടുകളിൽ ഭരണാധികാരികളുടെ ഉപദ്രവം കാരണത്താൽ അവരുടെ ഉപദ്രവത്തിൽ നിന്നും നമ്മൾ അല്ലാഹുവിനോട് രക്ഷ തേടണം. ഭരണാധികാരികൾ നന്മയ്ക്ക് വേണ്ടിയല്ല എങ്കിൽ ആ നാട് നശിച്ചു പോകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. ഖാല ഫുദൈൽ ഇബ്നു ഇയാദ് ലൗ കാന ലി ദഅവതൻ മുസ്തജാബത്തുൻ മാ ജഅൽതുഹാ ഇല്ലാ ഫീ സുൽത്താൻ. എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഉപയോഗിക്കുക ഭരണാധികാരികളുടെ വിഷയത്തിലല്ലാതെ നിർവഹിക്കുമായിരുന്നില്ല എന്നാണ്. ഭരണാധികാരികൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മുസ്ലിമായി ജീവിക്കുവാനുള്ള ആ ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ഏത് നാടുകളിലാണെങ്കിലും അതിനുള്ള പ്രാർത്ഥന നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ഉണ്ടായിരിക്കണം. അല്ലാഹു നമ്മുടെ നാടിന് നിർഭയത്വമുള്ള നാടാക്കി മാറ്റുമാറാകട്ടെ. ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും
മുസ്ലിമായി ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. യൂറോപ്പിലും മറ്റു പല രാജ്യങ്ങളിലുമുള്ള പോലെ മതരഹിതമായ ആശയങ്ങൾ ഉള്ള രാജ്യമല്ല. മതമുള്ളവന് മതമനുസരിച്ച് ജീവിക്കുവാനും മതം വേണ്ട എന്ന് പറയുന്നവന് അതനുസരിച്ച് ജീവിക്കുവാനും ഭരണഘടന അനുവാദം നൽകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുമാത്രമല്ല, സ്വന്തം മതമനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മുടെ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട്. രാജ്യത്തിന്റെ നിർഭയത്വത്തിന് തടസ്സമായി നിൽക്കുന്ന അത്തരം കാര്യങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെതിരെ നിൽക്കണം, അതിനെ എതിർക്കപ്പെടേണ്ടവരാണ്. അത് മുസ്ലിം എന്നില്ല, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും, മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും നമ്മുടെ ഈ നാട്ടിൽ പേടി കൂടാതെ ജീവിക്കാൻ, നിർഭയത്വമായി ജീവിക്കാൻ അതിന് തടസ്സം നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അതിനെതിരെ ഐക്യത്തോടുകൂടി നിൽക്കേണ്ടവരാണ്. ഭിന്നിച്ചു പോകാൻ പാടില്ല. ഐക്യം തകർക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും. ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അതിനെല്ലാം ശക്തമായി നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. അതിന് ശക്തമായി നമ്മൾ നേരിടണം. നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ധാരാളം കടമകളുണ്ട്. ഓരോ പൗരനും അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ന് നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കുന്ന, ആ അട്ടിമറി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ നശിപ്പിക്കുവാനും വർഗീയത വളർത്തുവാനും ശ്രമിക്കുന്നവർക്കെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പോരാട്ടങ്ങൾക്ക് നാം ശക്തി പകരണം. ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിനെതിരെ, നമ്മുടെ നാടിന്റെ ഭരണഘടനക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പോരാടുന്നവരുണ്ട് എങ്കിൽ അവരോടൊപ്പം നിന്ന് അതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പ്രബോധനത്തിന് ധാരാളം അവസരങ്ങൾ നമ്മുടെ നാടിലുണ്ട്. ഇസ്ലാം അറിയാത്തവരിലേക്ക് നസീഹത്തോടുകൂടി ഇസ്ലാം എന്ന ഈ സത്യമതം എത്തിക്കാൻ നമുക്കാവുന്നത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും പല വഴികളിലൂടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, സോഷ്യൽ മീഡിയകളിലൂടെ, അതല്ലാത്ത വഴികളിലൂടെ ആ രംഗം സജീവമാകുമ്പോൾ, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശിർക്കിനെതിരെ പോരാടാൻ, ബിദ്അത്തിനെതിരെ പോരാടാൻ, തൗഹീദ് പറയാൻ, സുന്നത്ത് പ്രചരിപ്പിക്കാൻ, പ്രബോധന രംഗത്ത് സജീവത കാണിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. എങ്കിലേ റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവുകയുള്ളൂ. ആരാധനകൾ അനുഷ്ഠിക്കുക എന്നത് അത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ പല രാജ്യങ്ങളും എടുത്തു നോക്കിയാൽ സ്വന്തം വിശ്വാസപ്രകാരം ജീവിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ, പള്ളിയിൽ പോകാൻ കഴിയാതെ, ബാങ്ക് നിരോധിക്കപ്പെടുന്ന
നമസ്കാരങ്ങൾ നിരോധിക്കപ്പെടുന്ന പല രാജ്യങ്ങളുമുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യം എത്തിയിട്ടില്ല. അത്തരം സാഹചര്യങ്ങൾ അത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ, വർഗീയമായ ചിന്താഗതികൾ അതിന് വിത്തിടാൻ പാടില്ല, ആ വിത്ത് മുളപ്പിക്കാൻ പാടില്ല. അതിനെതിരെ പോരാടാൻ സാധിക്കണം. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി മുസ്ലിമായും ഈ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി ജീവിക്കാനാണ് വിശ്വാസികൾ എന്നതിലേക്ക് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവരും ഒന്നിച്ച് നേടിയ സ്വാതന്ത്ര്യം എല്ലാവരും ഒന്നിച്ച് നിർഭയരായി അനുഭവിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അത് സാർത്ഥകമാകുന്നത് എന്നത് നാം മനസ്സിലാക്കണം. പരസ്പര വിശ്വാസത്തിൽ വിള്ളൽ വീഴുമ്പോഴാണ് ശൈഥില്യം തലപൊക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ഉയർന്ന സംശയങ്ങൾ അപകടകരമായ സൈറനാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംശയം അത് ദൂരീകരിക്കാൻ അധികൃതരുടെ കടമയാണ് എന്നതാണ്. ആ കടമ അവർ നിർവഹിക്കണം. അത് എത്ര കണ്ട് വൈകുന്നുവോ അത്രയും സമയം നമ്മുടെ രാജ്യത്തിന്റെ വിശ്വാസത്തെയാണ് ആ വിശ്വാസതയെയാണ് ബാധിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം അത് എല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുന്ന ആ ഒരു തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ നീ ഞങ്ങൾക്ക് നിർഭയരായി ഭയമില്ലാതെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള ചുറ്റുപാടുകൾ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അള്ളാഹുവേ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നാളൊരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, മാതാപിതാക്കളോട് നന്മ കാണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന മക്കളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കടങ്ങൾ അവരുടെ സാമ്പത്തികമായ ഇടപാടുകൾ ഇതെല്ലാം എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ശിഫ നൽകണം റഹ്മാനെ. വേദനകൾ അനുഭവിക്കുന്നവർക്ക് വേദനകളിൽ നിന്ന് സൗഖ്യം നൽകണം റഹ്മാനെ. അവരനുഭവിക്കുന്ന വേദനകൾക്ക് പകരമായി ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ മായ്ച്ചു കൊടുക്കണം റഹ്മാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم